തമിഴ്നാട്ടിൽ ജനവാസ മേഖലകളോടും പൊതുസ്ഥാപനങ്ങളോടും ചേർന്നുള്ള മദ്യശാലകൾക്കെതിരെ കർശന നടപടിയുമായിട്ട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന 717 ടാസ് മാസ്ക് മദ്യ വിൽപ്പനശാലകൾ പൂട്ടാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കടകൾ അടച്ചുപൂട്ടാനാണ് അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സർക്കാർ നടത്തിയ വിപുലമായിട്ടുള്ള സർവേയിലാണ് നിശ്ചിത പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കടകളെ കണ്ടെത്തിയത്. 276 മദ്യശാലകൾ ആരാധനാലയങ്ങൾക്ക് സമീപവും 186 എണ്ണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്തും 255 എണ്ണം ബസ് സ്റ്റാൻഡുകൾക്കും സമീപവുമാണ് പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള പരാതികളും ആശങ്കകളും കണക്കിലെടുത്താണ് ഈ സുപ്രധാന നീക്കമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്ത് 4829 ടാസ് മാസ്ക് കടകളാണുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 48,344 കോടി രൂപയുടെ വരുമാനമാണ് ഇവ വഴി സർക്കാരിന് ലഭിച്ചത്. മദ്യശാലകൾ പൂട്ടുന്നതിലൂടെ വലിയ വരുമാന നഷ്ടം ഉണ്ടാകുമെങ്കിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിനും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് എത്തുന്നതിനുമുള്ള ആദ്യപടിയായിട്ടാണ് ഈ തീരുമാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.